പായൽ നക്ഷത്രമായി എന്നെ കാത്തു നിൽപ്പുണ്ടാകുമോ? ബാരക് ഹാളിലെ വടക്കേ ജനാല തുറന്നു. ഇരുട്ടുമൂടി മഞ്ഞുമൂടി മലയോരങ്ങൾ. ദൂരെ ചോലക്കുന്നിലെ ആകാശത്തിൽ അലിഞ്ഞു തുടങ്ങിയ ചന്ദ്രികയ്ക്കൊപ്പം ഒരു തിളക്കമേറിയ കുഞ്ഞു നക്ഷത്രം. ജനാലയിലൂടെ തണുപ്പിരച്ചു കയറുന്നത് ബാരക് അറിഞ്ഞതേയില്ല. നക്ഷത്രവും ചന്ദ്രികയും മഞ്ഞിൽ മറഞ്ഞു. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ബാരക് പിൻവാങ്ങാൻ നേരമാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഹാളിനപ്പുറത്ത് മട്ടുപ്പാവ് കഴിഞ്ഞ് വടക്കേ കോണിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുറികളിലൊന്നിൽ നേരിയ വെളിച്ചം. അച്ഛൻ്റെ പഴയ ലൈബ്രറി മുറി. അതിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെന്താ ഈ സമയത്ത് വെളിച്ചം? അച്ഛൻ ആവശ്യപ്പെട്ടിട്ട് ഗിരിയോ മാർത്തയോ ഏതെങ്കിലും പുസ്തകം തിരയുകയാണോ? കാഴ്ച നഷ്ടപ്പെട്ട ശേഷം വായന നിർത്തിയതാണല്ലോ. അതോടെ അവിടവും അടച്ചുപൂട്ടിയതാണല്ലോ. പിന്നെന്താണ് അവിടെ? അവൾ തിരിഞ്ഞ് ചുമർ ഘടികാരത്തിലേക്ക് നോക്കി. 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ അസമയത്ത് എന്നോ പൂട്ടിയ ലൈബ്രറി മുറിയിൽ എന്താണ് നടക്കുന്നത്? ഗിരിയോ മാർത്തയോ പുസ്തകം വായിക്കുകയാണോ? അവർക്ക് അത്തരം ശീലമില്ലല്ലോ. ബാരക് ആശയക്കുഴപ്പത്തിലായി. പോയി നോക്കിയാലോ? അവൾ തെക്കേ കോണി ഇറങ്ങി താഴത്തെ ഹാളും സ്വീകരണ മുറിയും കടന്ന് മാർത്തയുടെ മുറിക്ക് മുമ്പിലൂടെ വടക്കേ ഇടനാഴിയിലേക്കു കയറി. അവിടെ ഗിരിയുടെ മുറിയും ക്യാപ്റ്റന്റെ മുറിയും അതിഥി മുറിയും കടന്ന് ഒരു തിരിവിലൂടെ വടക്കേ കോണിക്കടുത്തെത്തി. അവിടെ എങ്ങും ആരും കാണാനില്ല. പടവുകൾ കയറി മുകളിലേക്ക് ചെന്നു. ആകെ ഇരുട്ട്. വെളിച്ചമിട്ടിട്ട് 2 തിരിവുകൾ കടന്ന് ലൈബ്രറിക്ക് മുമ്പിലെത്തി. അത് പൂട്ടിയ നിലയിലായിരുന്നു. ബാരക് തിരികെ ഇറങ്ങി. ക്യാപ്റ്റന്റെയും ഗിരിയുടെയും മാർത്തയുടെയും മുറികൾ അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലാണ്. രക്തം കട്ട പിടിക്കുന്ന തണുപ്പത്ത് ചുരമാകെ കനത്ത ഇരുട്ടിൽ മുങ്ങി നിശബ്ദമാകുമ്പോൾ കുന്നിലെ സെമിത്തേരിയിൽ നിന്ന് പുറത്തു കിടക്കുന്ന വില്യം സായിപ്പ് വെള്ളക്കോട്ടും വെള്ളത്തൊപ്പിയും അണിഞ്ഞ് ചുണ്ടിൻ കോണിൽ പുകയുന്ന പൈപ്പുമായി കുതിരപ്പുറത്ത് കോട്ടേജ് ചുറ്റിക്കാണാനിറങ്ങും. ശ്വാസം പിടിച്ച് കാതുകൂർപ്പിച്ച് കമിഴ്ന്നു കിടന്നാൽ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ആ സമയം തെക്കേ കോണിലെ ജനാല തുറന്നാൽ പുകമണം വരും. വില്യം സായിപ്പ് ഊതുമ്പോൾ ആട്ടമണി ഇളകും. കാറ്റുവിളക്ക് തെളിയും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മുറിയിൽ വെളിച്ചം വീഴും. പായൽ പണ്ട് പറയാറുണ്ടായിരുന്നതുപോലെ വില്യം സായിപ്പിന്റെ പ്രേതം കോട്ടേജ് കാണാൻ വന്നതാകുമോ? കോട്ടേജിൽ കൗതുകകരമായത് എന്തോ നടക്കുന്നു എന്ന കുസൃതി ചിന്തയോടെ ബാരക് തൻ്റെ മുറിയിലേക്ക് മടങ്ങി. കെറ്റിലിൽ ഒരു കോഫി തയ്യാറാക്കി കുടിച്ചു. ബ്രഷും ചായക്കൂട്ടുകളും എടുത്ത് വരയ്ക്കാനിരുന്നു. മനസ്സിൽ പ്രക്ഷുബ്ധതയില്ലാതെ, ഉള്ളിൽ ക്ഷമയില്ലാതെ, സ്വയം മറക്കാതെ അലക്ഷ്യമായ വര.